പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് തോപ്പിൽ ലൈഫ് ഓഫ് ജോസൂട്ടി നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ വേരിലിരുന്ന് ഇവൻ ഭക്ഷണം കഴിക്കണേ കണ്ടു, പ്രണവ് ഭക്ഷണം കഴിക്കണേ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം പിള്ളേരാ ഇവർ നൈറ്റ് ഫുള്ള് ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ തൂങ്ങി അടിച്ച് നിൽക്കണമൊക്കെ ഞാൻ കാണാറുണ്ട്. ആദ്യം മാറേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റിലൊന്ന് മാറണം. ആർട്ടിസ്റ്റ് ആ ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിന്തപ്പാടാണെങ്കിൽ ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും ആർട്ടിസ്റ്റ് ആയിരിക്കുള്ളൂ അല്ലേ? അത്ര ഒരു സ്ഥിതിയാണ്. ഞാൻ പറയട്ടെ, അവർ പറഞ്ഞു തീർക്കട്ടെ. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നു, ഇപ്പോൾ അർജൻറ്റീന കളിക്കുന്നു, അതിൽ മെസ്സിയാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. മെസ്സി ഒറ്റക്ക് കിടന്ന് കളിച്ച് ഗോൾ അടിക്കാൻ പറ്റുമോ? അപ്പോൾ 11 പേരും ഒരേ മനസ്സോടുകൂടി കളിക്കണതുകൊണ്ടാണ് ആ ഗോൾ അടിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് പബ്ലിക്കിനെ കാണാൻ പാടുള്ളൂ. ഈ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഞാൻ വലുതെന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല ലൊക്കേഷനിൽ പോകുമ്പോഴും ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നേക്കാണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും കഴിക്കുന്ന അതിലുള്ള ആളാണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ഞാൻ മരത്തിൻ്റെ ചൂട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ പോയി ഒഴുകി ആ ചൂടുള്ള ഭക്ഷണം വാരി കഴിക്കുന്ന അമ്മമാരെ ചേച്ചിമാരൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് തോപ്പിൽ ലൈഫ് ഓഫ് ജോസൂട്ടി നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ വേരിലിരുന്ന് ഇവൻ ഭക്ഷണം കഴിക്കണേ കണ്ടു, പ്രണവ് ഭക്ഷണം കഴിക്കണേ കണ്ടിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അതെന്താണെന്ന് അറിയാമോ, അവർ തന്നെ അങ്ങോട്ട് മാറി അങ്ങ് പോകും. ഞാൻ പറയട്ടെ, ഇവിടെ വന്നിരുന്ന് കഴിക്കും നമ്മൾ പറഞ്ഞാലും ഒരിക്കലും വരില്ല. ഡയറക്ടർ ഇരിക്കുന്നിടത്ത് ഒന്നും കഴിക്കില്ല അങ്ങനെ. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഭക്ഷണം മാത്രമല്ല എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഈക്വാലിറ്റി വേണമെന്ന് നമ്മൾ പറയണമെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ SIക്ക് ഒരു ചെയറുണ്ടാവും, അവിടെ കയറി കോൺസ്റ്റബിൾ ഇരിക്കുമോ? ഇല്ല. അത് എല്ലായിടത്തും നമുക്ക് ഈക്വാലിറ്റി പറയാം, പക്ഷെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞ മോളുടെ ഓഫീസിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ മാനേജറുടെ കസേര കയറി മോൾ ഇരിക്കുമോ? അത് രണ്ടും ഡിഫറെന്റ്. ചോദിക്കട്ടെ, ഇരിക്കുമോ? ഇല്ല, ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആ മാനേജർ നിങ്ങളോട് ബിഹേവ് ചെയ്യണ ഏത് രീതിയിലാണ്? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിട്ടല്ലേ? അപ്പം നമ്മൾ മനസ്സുകൊണ്ടൊരു പൊസിഷൻ കൊടുത്താലും ബാക്കി നമ്മളെല്ലാവരും, ഇപ്പം എനിക്ക് ഒരു പൊസിഷൻ മോള് തന്നാലും ഞാൻ എൻ്റെ കൂടപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സഹപാഠിയായിട്ടോ സുഹൃത്തായിട്ടോ ഞാൻ അങ്ങനെ കാണണം. അല്ലാതെ അത് അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ ആ രീതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും പ്രശ്നമാകും. ഓക്കെ, ഞാൻ ഈ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴും ഇപ്പം ക്ലാസ് ഡിഫറൻസ് ഉണ്ട്, അത് സോഷ്യൽ ഫാക്റ്റ് ആണ്. സമൂഹത്തിൽ എല്ലാ തരത്തിലും ക്ലാസ് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്, ഹയറാർക്കികൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇതിനിടയിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നു മലയാള സിനിമയിൽ എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് വരുന്നതും പുതിയ ചർച്ചകൾ ഉണ്ടാകുന്നതും. ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവണതകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, മലയാള സിനിമയിൽ ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ കാര്യം തന്നെ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത്. ഇപ്പം അതിൽ സമയപരിധി ഇല്ല, അവർക്ക് ബാറ്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത്തരം പ്രവണതകൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിലൊരു റെസ്പോൺസ് ഫെഫ്ക പോലും തന്നിട്ടില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതേസമയം നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള, ഇപ്പം നമ്മൾ സംസാരിച്ച മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഈ ഏറ്റക്കുറച്ചിലുകളും ഹയറാർക്കിയൽ ഡിഫറൻസും ആണ്. പക്ഷെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഈ രീതിയിലല്ല സംഭവിക്കുന്നത്. അവിടെ ചൂഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് നിലനിൽക്കുന്നുണ്ട് എന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിലെന്താണെന്ന് പറയാം, ഞാനിപ്പോൾ ഒരിക്കലും എനിക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ അഭിനയത്തിൻ്റെ ഒരു മേഖല കാരണം ഞങ്ങളുടെ രീതി അങ്ങോട്ട് പോവുള്ളൂ. ഇതിനുള്ളിൽ ഈ ഡയറക്ഷൻ ഫീൽഡിൽ നടക്കണതോ ഇവരെ വീട്ടിൽ വൈകിട്ടത്തെ കാര്യം ഒന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഞാൻ ചെയ്യുന്ന പടത്തിലാണെങ്കിൽ എല്ലാവരും ഞാനായിട്ട് ഭയങ്കര സിങ്കായിരിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് കൂട്ടാണ് എനിക്ക് ഇവരായിട്ടൊക്കെ. അപ്പോൾ ഇവർ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അർദ്ധരാത്രി വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റ് ഇവർ വന്ന് അതിനു മുമ്പ് അവിടെ ചെന്നിട്ട് എല്ലാം ചാർട്ട് ചെയ്യണം, കാര്യങ്ങളെല്ലാം അന്ന് നടന്ന ഷൂട്ടിൻ്റെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ സൈഡിലിരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് ഡയറക്ടർ ആയിക്കോട്ടെ, ഇദ്ദേഹം ആ മോണിറ്ററിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് ആക്ഷനും കട്ടും പറയാനും ഫ്രെയിം നോക്കുന്നത് എല്ലാം ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ രാപകലില്ലാതെ ഇവർ പണിയെടുക്കുന്നത്, ഇത്രയും പേര് പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആ ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. പ്രൊഡ്യൂസർ സൈഡോ അഭിനയിക്കുന്നവർ ആരുമല്ല കൊടുക്കേണ്ടത്, ഈ ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. ഈ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇവരുടെ ബ്ലഡ് പമ്പ് ചെയ്യണത്, ഇവരെൻ്റെ കൂടെ വേണമെങ്കിൽ ഈ എൻ്റെ ആൾക്കാരായിട്ട് കണ്ടും മറ്റൊരു സ്ഥലത്ത് നിന്നവർക്ക് ചായ വേണ്ട സമയത്ത് ചായ അവർക്ക് കൊടുക്കുക, ഉറങ്ങാൻ സമയത്ത് അവർ ഉറങ്ങാൻ വിടുക, അതൊക്കെ പുള്ളിയുടെ ഉത്തരവാദിത്വം. ഈ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കൈയാണ് ഈ 10 പേരിലാണ് ഈ ബോഡി നടക്കണം എന്നുള്ള രീതിയിൽ പുള്ളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഇൻഡസ്ട്രി ഉണ്ടോ? എനിക്കറിയാം പിള്ളേരാ ഇവർ നൈറ്റ് ഫുള്ള് ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ തൂങ്ങി അടിച്ച് നിൽക്കണമൊക്കെ ഞാൻ കാണാറുണ്ട്.